ചന്ദ്രകുഞ്ഞെ, പാല്. ഞാൻ തൊട്ടതല്ല, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. അതിനെന്താ കുഞ്ഞ് ഭയപ്പെടുന്നത്? അഥവാ കുഞ്ഞിന്റെ കൈയൊന്ന് മുട്ടിയെന്ന് കരുതി എന്താ അപ്പോ? അല്ല, കൈ അമ്മ. ജാനു, നീ പോവാനോടി? അതേ കൊച്ചമ്മേ. ദാ കുറച്ച് രൂപയുണ്ട്. ഇനി കൂടുതൽ ഒരു പൈസ തരാൻ എന്നെ കൊണ്ടാവില്ല. ഇത് തന്നെ ഉണ്ടായിട്ടല്ല, നിന്റെ വിഷമം കണ്ടിട്ടാ. പിന്നെ ഒരു കൊച്ചിന്റെ കണ്ണു തെളിയാൻ വേണ്ടിട്ടല്ലേ എന്ന് വിചാരിച്ച. ശരി, പോയിട്ട് വാ. ആരാണ് നാടൻ മല്യപ്പൻ? അതായിരുന്നു സാറേ, മേഴ്സിയുടെ അപ്പച്ചൻ. നല്ല നേരത്തെ തന്നെ അധിയാൻ അങ്ങ് പോയി. തന്തയില്ലാത്ത എന്റെ മോളെ ഇത്രയൊന്ന് വളർത്തിയെടുക്കാൻ ഞാൻ എത്ര പാടുപെട്ടെന്നോ. ഇനി അവളുടെ എല്ലാ സാറിന്റെ കയ്യിലാ. സാറാമ്മേ, ഈ പശയെ പറ്റി നിങ്ങൾക്ക് ഒരു നോമിനേഷനും ഇല്ല. നമ്മുടെ മേഴ്സിക്കുട്ടിയെ ചലച്ചിത്ര ലോകത്തിൽ വലിയ ചോദ്യചിഹ്നമായി ഞാൻ വളർത്തും. ഈ പശ വളർത്തും. ഇവന്മാരാരും കൊണ്ടുപോകാത്തടത്ത് ഞാൻ മേഴ്സിക്കുട്ടിയെ കൊണ്ടുപോയി ഷൂട്ട് ചെയ്യും. സ്വിറ്റ്സർലാൻഡ്. അല്ല സാറേ, എനിക്കൊരു സംശയം. സാറിന് എന്താ ഇങ്ങനെ ഒരു പേര്? ഈ അമ്മച്ചിക്ക് എന്തറിയാം? അത് സാറിന്റെ തൂലികയുടെ നാമമാണ്. പന്നിമറ്റ തടക്കാച്ചോട്ടിൽ ശങ്കരൻ മകൻ അയ്യപ്പൻ. രാശിയുള്ള പേരായതുകൊണ്ട് ഞാനതിനെ ലവ് ചെയ്യും. ആ, സാറിന് എന്താ കുടിക്കാൻ? എന്തെങ്കിലും ഒരു എന്താ ഇത് നാളെ വിചാരിക്കുന്നു? വെള്ളം ചേർക്കാതെ തനി തെങ്ങ. coconut drink is a wonderful. ഇതെന്താ മോയലാണോ? അല്ല, കോഴിയാ സാർ, വൈറ്റിലകാല. സായിപ്പ് കോഴിയോ? നന്നായിട്ടുണ്ടോ സാറേ? ഒരു ഓപ്പറേഷൻ ഉടനെ ചെയ്യണം, വിത്തിൻ 4 days. അല്ലാത്ത പക്ഷം ജീവിതാവസാനം വരെ ഈ കുട്ടി അന്ധയായി കഴിയേണ്ടി വരും. മിനിമം ഒരു 1500 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണ് ഞാൻ സുഖപ്പെടുത്തി തരാം. 1500 രൂപയോ? എന്റെ രംഗമില്ല. നീ ഇങ്ങനെ എപ്പോഴും ഓടി വന്ന് രൂപ ചോദിച്ചാ ഞാൻ എവിടെ പോകാനാ? ബ്ലോക്കിൽ ഒരുപാട് പശുക്കളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഗോപി. 5 ഉണ്ടായിരുന്നു അച്ചമ്മേ. നല്ല പോലൊക്കെ ചെയ്തിട്ടുണ്ടോ എന്തോ. ഇത്തവണയെങ്കിലും ചന പിടിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. വിളിച്ചോ അച്ചമ്മേ? ഗോപിക്ക് ചോറ് കൊടുക്ക്. നേരം വെളിച്ചമായപ്പോ പോയതാ. ബാ ബാ പാടി മോളെ ബാ.
എന്താ കുഞ്ഞിങ്ങനെ നോക്കുന്നത്? എന്നെ കണ്ടിട്ടില്ലേ? ഞാൻ ഒന്നുമില്ല. ചന്ദ്രകുഞ്ഞെന്താ ഇങ്ങനെ പേടിക്കുന്നത്? അയ്യോ ജാനു, പതുക്കെ പറയൂ. അമ്മ പേടിക്കണ്ട, അമ്മ ഉറങ്ങുവാ.